പണ്ട് കാലങ്ങളിൽ പുട്ടുകുറ്റിയൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അന്നത്തെ നമ്മളെങ്ങനെയായിരുന്നു പുട്ടുണ്ടാക്കിയിരുന്നതെന്നും അതേപോലെ തന്നെ കൂടുതൽ മക്കളുള്ള വീട്ടിൽ സ്കൂളിൽ പോകാനും വീട്ടിലുള്ളവർ ജോലിക്ക് പോകാനും ഒക്കെ സമയമാകുമ്പോഴത്തേക്ക് ആ പുട്ടുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നത് കണ്ടോ, ഒരു 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയാണ് ഞാൻ എടുത്തത്. അതായത് 300 ഗ്രാം അരിയോളം എടുത്തിട്ടുണ്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി. 300 ഗ്രാം അരി എടുത്ത് ആ അരി ഞാൻ ഇനി വെള്ളത്തിലിടാൻ പോവുകയാണ്. അതേപോലെ അതിനുള്ള ചെറുപയർ, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. അരി ഞാൻ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ നേരം കുതിർത്ത അരിയാണ്, നല്ലപോലെ പൊടിഞ്ഞ് വരും. അത് മിക്സിയുടെ ജാറിലിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ എല്ലാവരും കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങുകയല്ലേ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പച്ചരി കിട്ടും. ആ അരിയിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരു മഞ്ഞ കാർഡാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഒരുപാട് അരി കിട്ടും. റോസ് കാർഡാണെങ്കിലും വില കൊടുക്കാതെ നമുക്ക് അരി കിട്ടും. പിന്നെ നീലക്കാർഡാണെങ്കിൽ നമുക്ക് 2 രൂപ കൊടുത്ത അരി കിട്ടും. വെള്ളക്കാർഡാണെങ്കിൽ 9 രൂപയും കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ അരി കഴുകി വാരി നല്ലോണം ഊറ്റിയ മിക്സിയുടെ ജാറിലിട്ട് ഇത് പുട്ടിന് പൊടിക്കാൻ പോവുകയാണ്. നല്ലപോലെ പൊടിച്ചെടുക്കുക. അതുകൊണ്ടോ പൊടിച്ചു, ഒറ്റ പൊടിക്കലിന് തന്നെ പുട്ടിൻ്റെ ഭാഗത്തിന് അത് പൊടിഞ്ഞ് കിട്ടും. ഇതാന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് അരിക്കാൻ പോവുകയാണ്. ഒരു മുറത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് ഞാൻ ആ അരിപ്പയിലേക്ക് നമുക്കിത് അരിച്ചിടാം. അരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടാം. പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഉരലിൽ ഇടിക്കുക ചെയ്യുക. അരി ഇങ്ങനെ കുതിർത്തതിന് ശേഷം ഉരലിൽ ഇടിച്ചെടുക്കുക ചെയ്യുക, എന്നിട്ട് അരിക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സൗകര്യമാണ് മിക്സിയുടെ ജാറിൽ പൊടിക്കുക. അതുകൊണ്ട് നമുക്ക് എളുപ്പം പരിപാടികൾ പെട്ടെന്ന് അങ്ങ് നടക്കുകയും ചെയ്യും. ഒരൊറ്റ പ്രാവശ്യം പൊടിച്ചാൽ മതി നമ്മൾ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. അതിലൊത്തിരി തരിയൊന്നും ഉണ്ടാകത്തില്ല. അത് ഫുള്ളും തീർത്ത് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അരിപ്പയിൽ തന്നെ. പുട്ടിൻ്റെ അരിപ്പയാണ് കേട്ടോ. നന്നായി തരിച്ചെടുത്ത് അത് തീരെ ഒരു ശകലം മാത്രമേ ഉള്ളത്. അത് നമ്മളങ്ങ് മാറ്റി വെക്കുകയാണ്. അത് നമ്മളെന്തെങ്കിലും അരയ്ക്കാനൊക്കെ എടുക്കുമ്പോൾ അതിനകത്തേക്ക് കുതിരാനിടും. എന്ന് വെച്ചാൽ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അരയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുക്കണം ഇത്. പണ്ടൊക്കെ ഞങ്ങൾ 5 മക്കളും അച്ഛനും അമ്മയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അച്ഛനും ആങ്ങളയ്ക്കും കമ്പനിയിൽ പോകണം, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പുട്ടുണ്ടാക്കുന്ന അന്നൊക്കെ മൺകുടത്തിനകത്താണ് മുളയുടെ പുട്ടുകുറ്റി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സൗകര്യമൊന്നുമില്ല, അലൂമിനിയത്തിൻ്റെതോ സ്റ്റീലിൻ്റെയോ ഒന്നും പുട്ടുകുറ്റിയോ പുട്ടുകുടമോ ഒന്നും അന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പെട്ടെന്ന് അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടി അമ്മ എന്ത് ചെയ്തു, തലേ ദിവസം തന്നെ അരി കുതിർത്ത് പൊടിച്ച് വെച്ചേക്കും, പൊടിച്ച് വറുത്ത് വെച്ചേക്കും. അതും ഉരലിലിട്ട് ഇടിച്ചാട്ടോ വയ്ക്കുന്നത്, വറുത്ത് വെച്ചേക്കും. പിറ്റേ ദിവസം രാവിലെ അതങ്ങ് തരിച്ചിട്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എടുത്ത് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇത് നമ്മൾ നല്ലോണം തണുത്ത് കഴിയുമ്പോൾ ഇത് അരിപ്പയ്ക്കകത്ത് അങ്ങ് അരിക്കണം. നന്നായി തണുത്തതിന് ശേഷമേ അരിപ്പയ്ക്കകത്ത് അരിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അരിപ്പ പോകും. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിക്കാം. ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പാചകം എളുപ്പമാക്കാൻ സഹായിക്കും. എന്തായാലും പുട്ട് നമ്മൾ പൊടിച്ചിട്ടല്ലേ തിന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അതിനോട് ചെറുപയർ കൊണ്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് കൊണ്ട് നമുക്കതിന് ആ ചെറുപയറിന് പുട്ടിന് കൂട്ടാൻ ഒരു കറി പോലെയാക്കാം. കറിയല്ല, ഒരു പുഴുക്ക് പോലെ ആക്കിയെടുക്കാം നമുക്കത്. ഇപ്പം ഞാൻ ശരിയാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ചെറുപയറിന് ഒറ്റ മുള വരണം, ഒരുപാട് വേര് നീണ്ടു വരുന്നതിന് മുൻപ് അതെടുക്കണം. ഇതിനായതുകൊണ്ട്, പുട്ടിനായതുകൊണ്ട്. അല്ല തോരനൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസം വെച്ചിരുന്നിട്ട് പതുക്കെ എടുത്താൽ മതി. അന്നേരം
കുറച്ച് ഇലയായിട്ട് വരും അത് നമുക്ക് കൊണ്ടുപോകാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസുകളിൽ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ചോറ് പാർസൽ എവിടെ കൊണ്ടുപോകുന്നോ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നോ അവർക്ക് അവിടെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാനത് പറ്റും. ഇതാ ഞാൻ ബാക്കിയുള്ള ആ തരി ഒന്നും കൂടെ പൊടിച്ചങ്ങെടുത്തു. അതൊന്ന് അരിച്ചിട്ട് വറുത്ത് വെച്ച പൊടി ഒന്ന് തരിച്ചതിന് ശേഷം എന്താ ഒന്നും കൂടെ അങ്ങ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നുകൂടെ അങ്ങ് പൊടിച്ചെടുത്തത്. എന്നിട്ട് ആ പൊടിയാണ് ഞാൻ ആ തരി പിന്നെ അതിലുള്ള തരി ഞാൻ അങ്ങ് അരിച്ചെടുത്തിട്ട് ഇതാ ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാ ഉപ്പിടുകയാണ് അതിനകത്ത്. ഉപ്പ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം. എന്നിട്ട് ആ തരിക്കകത്തേക്ക് നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്. ചെറിയ ചൂടുവെള്ളമാണ്. ആ തരിക്കകത്തേക്ക് ഞാനങ്ങ് ഒഴിച്ച് വെക്കുക. അപ്പോൾ ആ തരിയെല്ലാം കുതിർന്നിട്ട് ആ കട്ടയായിട്ട് കിടക്കുന്നതെല്ലാം അങ്ങ് കുതിർന്ന് വരും. പൊടി വറുത്ത് കട്ടയായി എന്നുള്ളത് പേടിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടൊന്നങ്ങ് മൂടി വെക്കുക. ചെറുപയർ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ വാരി വെക്കുകയാണ്. ഇത് വാരി വെച്ചെങ്കിലേ നമുക്ക് മുളച്ച് കിട്ടുകയുള്ളൂ. വെള്ളത്തിൽ നിന്ന് വാരി വെക്കണം. നല്ലപോലെ കഴുകി വാരി വെക്കണം. ഞാൻ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കേട്ടോ വാരി വെക്കുന്നത്. നന്നായി മുളച്ചിരിക്കും നമുക്ക്. നമ്മൾ എന്തായാലും നാളെ രാവിലത്തേക്കുള്ള കാപ്പിക്ക് എന്നുള്ളത് നമ്മൾ കരുതുമ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ടങ്ങ് വയ്ക്കണം. വൈകുന്നേരം ആകുമ്പോൾ അത് ഊറ്റി വാരി വെച്ചാൽ രാവിലത്തേക്ക് നന്നായി മുള വന്നിരുന്നോളും. ഒരു ദിവസം രാവിലത്തേക്ക് നന്നായി മുള വന്നിരുന്നു. ഞാൻ ഇതിനകത്താണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്റ്റീലിൻ്റെ പണ്ടൊക്കെ മൺകലത്തിലായിരുന്നു കേട്ടോ. മൺകലത്തിൽ അന്നൊക്കെ പഴയ നേരിയതൊക്കെ കീറിയതും ഒക്കെ കീറിയിരിക്കുന്നതൊക്കെ എടുത്തമ്മമാർ കഴുകി സൂക്ഷിച്ച് വയ്ക്കും. ഇതൊരു പുതിയ തുണി തന്നെയാണ്. ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന തുണിയാണ്. വളരെ വൃത്തിയുള്ള തുണിയാണ്. നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അലമാരി വെച്ചിരിക്കുകയാണ്. അതെടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നനഞ്ഞ തുണിയാണത്. ഞാനൊരു തുണി കൊണ്ട് കെട്ടുക. അതിങ്ങനെ കെട്ടി നിർത്തി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പൊടി ഇടാനുള്ള ഇതുണ്ട്, ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതാ ഉണ്ട്. അങ്ങനെയാണ് നമ്മളത് ശരിയാക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പുട്ടുകുറ്റിക്കകത്ത് ഓരോന്നോരോന്നുണ്ടാക്കി നേരം കളയണ്ട. ചെറുപയർ നന്നായി മുളച്ചിരിക്കുന്നുണ്ടോ. ഒറ്റമുള വന്നിട്ടുണ്ട് ചേറിന്. ഈ പുട്ടിനുള്ള ഇതാകുമ്പോൾ നമ്മൾ ഈ ഒറ്റമുള വരുന്നതായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഒത്തിരി മുള വരരുത്. അന്നേരം ഒരു ചെറിയ കയ്പ്പ് വരും പുട്ടിനൊക്കെ എടുക്കുമ്പോൾ. മറ്റേത് നമ്മൾ പാകത്തിന് അരപ്പുകളൊക്കെ ചേർത്തിട്ടാണല്ലോ തോരനൊക്കെ വയ്ക്കുന്നത്. ഇതതില്ലല്ലോ. ഇതാണ്. അപ്പോൾ അത്രയും പയർ ആ ഒരു പാത്രത്തിലുള്ള പയർ നമ്മൾ കുതിർത്ത് എടുത്തതാണ്. ഞാൻ പാത്രത്തിൽ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ആ പാത്രത്തിലുള്ളത് അതിന് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ പയറിന് 1 ഗ്ലാസ്. അത് വെച്ചാൽ ആ പയറിൻ്റെ നികക്ക വെള്ളം ഒഴിക്കണം. അപ്പം ഞങ്ങളൊക്കെ രാവിലെ പോകാനാകുമ്പോഴത്തേക്ക് അമ്മ വേഗം പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് ഈ പയർ. അന്നൊക്കെ ഇത് പയർ മുള വരുന്ന ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. തലേദിവസം വെള്ളത്തിലിരുന്ന് കുതിർന്നിരിക്കാൻ മാത്രമല്ല. അന്നൊന്നും കുക്കറും ഒന്നുമില്ല. എല്ലാം ഇത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ വേണം വേവിക്കാൻ. അപ്പോൾ അത് കുതിർന്നിരിക്കും. പക്ഷേ അത് കാരണവന്മാർ നേരത്തെ കണ്ടു. അത് മുള വരും പിറ്റേ ദിവസത്തേക്കത് മുള വന്നിരിക്കും. അപ്പോൾ ആ പയറാണ് അടുപ്പത്ത് വെച്ചാണ് തോരൻ ചെയ്യുന്നത്. നമ്മളിനി പൊടി കുഴയ്ക്കാൻ പോവുക കേട്ടോ. ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ച പൊടിയാണ്. അത് ഞാൻ കുഴയ്ക്കാൻ പോവുക. അതിൽ കുറച്ച് തേങ്ങ ഇടുകയാണ് ടേസ്റ്റിന്. ഇതാണ് പഴയ പുട്ട്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പുട്ട് ഇങ്ങനെയാണ്. പിന്നെ ചിലർ ഈ വെള്ളത്തിനകത്ത് ജീരകം ഇടും. പക്ഷേ ആ ജീരകം ഇടാതിരിക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ വെള്ളത്തിനകത്തേക്ക് തന്നെ നമുക്ക് ഇത് രാവിലെ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ പുട്ടിങ്ങെടുത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരി കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കിടക്കുമായിരിക്കും. അതിനകത്തേക്ക് അരി ഇട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ അരി കഴുകിയിട്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കാം. അപ്പം പിന്നെ ഒരു വെള്ളം നമ്മൾ തിളപ്പിക്കണ്ട. മറ്റ്
ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകുകയില്ല. ആ പൊടി ഞാൻ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് പൊടിയുടെ പാകം. പണ്ടമ്മമാരങ്ങനെയായിരുന്നു ചെയ്യുക. ഇതാ വിസിലടിച്ചു. ഞാൻ വെച്ചിട്ട് 2 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. 2 വിസിലടിച്ചതിന് ശേഷം അത് ഞാനങ്ങ് ഓഫാക്കിയിട്ടു. ഈ ഒരു പാത്രത്തിനകത്തുള്ള പയറിന് ഈ ഒരു ഗ്ലാസ് വെള്ളമാണ്. കുതിർന്നതിന് ശേഷം ആ ഒരു പാത്രത്തിനകത്തിന് കുതിർന്നതിന് ശേഷം ഇത്രയും വെള്ളം കൂടെ വരുമ്പോൾ ആ പയർ കറക്റ്റായിട്ട് വെന്ത് വെള്ളം വറ്റിയിരിക്കും. ഇപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇതാണ്ടോ, പയർ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കലങ്ങിയിട്ടുമില്ല, കുഴഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഉപ്പ് മാത്രം ഇട്ടാണ് ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർക്കുകയാണ്. എന്നിട്ട് ഇനി ഒന്നും കൂടെ ആവി കയറ്റിയെടുക്കും. ഒരു വിസിലടിപ്പിക്കത്തില്ല, ഒന്ന് ആവി കയറ്റി മാത്രം എടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആ തേങ്ങ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറ്റി നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഒന്ന് ആവി കയറി വരിക. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിനൊന്ന് കടുക് വറുക്കണം. ഇത് കടുക് വറുക്കാതെ തന്നെ നമുക്ക് ഞാനിതിന് സാധനമൊക്കെ എടുത്ത് കടുക് വറുത്തെടുക്കുമ്പോൾ നമുക്കിതുകൊണ്ട് വേറൊരു ഉപകാരവും കൂടിയുണ്ട്. ഇത് കടുക് വറുക്കുന്നത് ചുടുമുളക് കൂട്ടിയിട്ട് കടുക് വറുക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു തോരനാക്കി അതും കൊണ്ടുപോകാം. കുറച്ച് പയറെടുത്ത് രാവിലെ നമ്മൾ കാപ്പിക്കെടുത്തതിൻ്റെ ശേഷം ബാക്കി കുറച്ച് പയറുണ്ടെങ്കിൽ ഞാൻ 2 കറിവേപ്പിലയൊക്കെ എടുത്തു. ഞാൻ 2 കറിവേപ്പില 2 പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 കറിവേപ്പില 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കടുക് വറുക്കുന്നതിലേക്ക്. ഇനി പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ 1 സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയുള്ളൂ. കാരണം എണ്ണ എപ്പോഴും നമ്മൾ കുറയ്ക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത്ര എണ്ണ മതിയല്ലോ. നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കടുകിടാം. ഇത് മൺകലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. മൺകലത്തിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടുകിടാൻ പോവുകയാണ് ഞാൻ. അതിനകത്ത് തന്നെ ഈ എണ്ണ ചൂടാകുന്നുണ്ട്. കടുക് ഞാനിടുകയാണ്. ഇനി ഇത് നല്ലോണം പൊട്ടി വരട്ടെ. അപ്പോൾ ഈ മൺകലത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളിത് ഉള്ളിയിടട്ടെ. ഉള്ളിയിട്ട് ഇളക്കുകയാണ് ഞാനത് മൂക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഇത് അഴിച്ചിങ്ങെടുക്കും. എടുത്ത് വെച്ച് അതിനകത്തേക്ക് അരിയിടും, പച്ചമുളക് ഇട്ട്. എന്നിട്ട് അരിയിട്ട് ആ ചോറും പെട്ടെന്നാകും. തിളച്ച് കിടക്കുന്ന വെള്ളമല്ലേ, പുട്ടിങ്ങെടുത്തതിന് ശേഷം അതിന് മതി. കാരണം അഴുക്ക് ടേസ്റ്റുകളൊന്നും വരില്ല, നല്ല ടേസ്റ്റായിരിക്കും. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചോറിന് നല്ല ചോറായിരിക്കും. ഇതാ ആ പയർ ഞാനൊന്ന് ആവി കയറ്റി വെച്ചതാണ്. നല്ല പാകമായിരിക്കുകയാണ്. അതിനകത്ത് വെള്ളമൊന്നുമില്ല കണ്ടോ. നല്ല ഉലർന്ന പയറാണ്, നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്ന തോരന് ഈ എരിവ് മതി. നമുക്ക് ഇത് പുട്ടിന് കൂട്ടാം. അത് ഇച്ചിരി എരിവ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ചോറിന് കൊണ്ടും പോകാം. അല്ല നമ്മളെവിടെയെങ്കിലുമൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക്, രാവിലെ പോകുന്നവർക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നവർക്ക് പറ്റും. നന്നായി എടുത്തു. ആ എണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ടുകൊണ്ട് കറിവേപ്പിലയുടെ കളറും മാറിയിട്ടില്ല. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അത് വെച്ച് വെള്ളം നല്ലപോലെ തിളയ്ക്കണം.
പാചകം എങ്ങനെ എളുപ്പമാക്കാം, അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതും. മുളപ്പിച്ച പയർ വളരെ ഹെൽത്തിയാണ്. രാവിലെ നമുക്ക് നല്ലൊരു 1 മണി വരെയൊക്കെ നമുക്ക് വിശക്കാതെ തന്നെ ഇരിക്കാൻ പറ്റും ഇത് കഴിക്കുന്ന സമയത്ത്. ഈ ചെറുപയറും തേങ്ങയിട്ട് കടുക് വറുക്കാതെ തന്നെ ആൾക്കാർ ഈ പുട്ട് നെയ്യും പഞ്ചസാരയും ഒഴിച്ച് തിന്നുന്നവരും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും വേണം, അന്നേരം നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ ഞാൻ ഇട്ടു. ഇനി ഞാനിതങ്ങ് മൂടി വെക്കുകയാണ്. ആ തുണി കൊണ്ട് തന്നെ അങ്ങ് മൂടി, നന്നായി മൂടി വെച്ചു. ഇനി ഞാനതിന് ഒരു അടപ്പെടുത്ത് അടച്ചും വയ്ക്കുക. അപ്പം ഇനി ഇത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല പോലെ വേകും. കാരണം 10 മിനിറ്റ് മതി, കാരണം കൂടുതൽ പൊടിയിട്ടാൽ 15 മിനിറ്റ് ഇരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കുകയാണ്. ഇത് കുറച്ച് പൊടിയുള്ളതുകൊണ്ട് 10 മിനിറ്റ് മതിയായിരുന്നു. നന്നായി വെന്ത് കണ്ടോ, നല്ല കറക്റ്റായിരിക്കുന്നുണ്ട്. എത്ര പെട്ടെന്ന് നമ്മുടെ പണി തീരുമെന്നറിയോ രാവിലെ. നമ്മൾ കുറ്റിയിലൊക്കെ പുഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ കുറ്റി എനിക്കുണ്ട് കേട്ടോ, കുക്കറെ വയ്ക്കുന്നത്. അത് ചിരട്ടപ്പുട്ടിൻ്റെയുണ്ട് വലിയ പുട്ടിൻ്റെയുണ്ട്, രണ്ടുമുണ്ട്. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. കാരണം നമുക്ക് 5-6 പേര് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പോകേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ഈ പരിപാടി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയും. ഇങ്ങനെയാണിതിൻ്റെ ഇത്. അത് ഞാൻ ആദ്യം എടുത്ത് വെച്ച ഒരു ഇത് കാണിക്കുകയാണ് നിങ്ങളെ. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ഇതെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. നന്നായിട്ട് നമ്മൾ വെന്തതിന് ശേഷമേ എടുക്കാവുള്ളൂ. നമുക്കറിയാൻ പറ്റും, നല്ല മണം വരും. പുട്ട് വെന്ത് കഴിയുമ്പോൾ നന്നായി നല്ല സ്മെല്ല് വരും. സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മതി. ഇത് നല്ല പാകത്തിന് വെന്ത് ഇപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പുട്ട് പാക്കറ്റ്, ഒരു പൊടി പുട്ടിൻ്റെ പാക്കറ്റ് പൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 10-55 രൂപ വരും 1 കിലോ എടുത്ത്. നമുക്ക് ആ സമയത്ത് ഒരു 1/2 കിലോ പൊടി മതി നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. 5-6 പേരുള്ള വീട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പണിയും തീരും. ഈ വെള്ളത്തിനകത്ത് തന്നെ അരി ഇടാതാ ഞാൻ എടുത്ത് വയ്ക്കുന്നത്. ഞാനൊന്നുകൂടെ കാണിച്ചു തരികയാണ്. ചെറിയുന്നത് കാണിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ട് ഞാനതൊന്നും കൂടെ കാണിക്കുകയാണ്. ഇത്രയും കുറച്ച് ചെറുപയറും ഈ ചെറുപയർ, ഇതിൻ്റെ പുറത്ത് നമുക്കൊരു പപ്പടവും കൂടെ, ഇത് മാത്രം മതി. പക്ഷേ ചിലർ ഇത് പപ്പടവും പയറും നെയ്യും പഞ്ചസാരയുടെ കൂട്ടി കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സൈഡ്. ഇനി പണ്ടൊക്കെ ഞങ്ങളിതായിരുന്നു കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഞങ്ങൾ 7 പേരായതുകൊണ്ട് 7 പേർക്കും പെട്ടെന്ന് തന്നെ പണി തീരും. അമ്മയ്ക്ക് തലേദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇടിച്ച് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ആയിട്ട് നമുക്ക് കാണാനും നമുക്കൊരു ഭംഗിയുണ്ട്. അത് എടുത്ത് വെക്കുന്ന കാണാനും ഒരു ഭംഗിയുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം നമുക്ക് റെഡിയാക്കാം. ശരി.